അമ്മേ, ആ നീ വന്നാ? ഇങ്ങനെയാണോ ഇവിടെ ഒരു കാര്യത്തിന് വിളിച്ചാല്? നിനക്കിപ്പോ സ്വന്തം വീട്ടുകാരെയൊന്നും വേണ്ടേ? ഭർത്താവിന്റെ വീട്ടുകാരെ മാത്രം മതിയാ? അമ്മ എന്തിനാ വരാൻ പറഞ്ഞേ? മിന്നൂനൊരു കല്യാണാലോചന. അമ്മ എന്താ ഈ പറയണേ? മിന്നൂന് കല്യാണാലോചനയോ? അവൾക്ക് 18 വയസ്സായോ? അതിന് 18 ആവാൻ അതിന് 4-5 മാസം കൂടിയുള്ളൂ. അമ്മ അവള് പഠിക്കുന്നല്ലേ, ഇതൊന്ന് കംപ്ലീറ്റ് ആവാണ്ട് എന്തിനാ ഇത്ര പെട്ടെന്ന് കെട്ടിച്ചയക്കുന്നത്? നീ പാലക്കല വിജയാട്ടൻ്റെ മോളെ കല്യാണമില്ലേ? ആ കല്യാണത്തിന് എൻ്റെ അമ്മ എന്തൊരു സെറ്റപ്പിനും ഭക്ഷണവും ഡെക്കറേഷനും അതൊന്നും കണ്ടിട്ട് കണ്ണുകളാത്തൊരു മനുഷ്യനാടയില്ലേ. ഈ പാലക്കല വിജയാട്ടൻ്റെ പെങ്ങളെ മോന് വേണ്ടിയിട്ടാണ് കല്യാണാലോചന. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും പെമ്പിളറാടെ ഉണ്ടായിട്ടു നമ്മളെ മോളെയല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പം അതൊരു ഭാഗ്യം തന്നെയല്ലേ. വലിയ പൈസക്കാരാന്ന്. അവളിതറിഞ്ഞോ? ആ, ചെറിയൊരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഠിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ, ആദ്യം പറഞ്ഞനേ, പിന്നെ കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനങ്ങ് ഒപ്പിച്ച്. ആ ചേച്ചിയാ, എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേള്ളൂ മോളെ. മോളെ, ഇപ്പൊ വന്ന പ്രപ്പോസൽ നീ ഉറപ്പിച്ചോ? ഇല്ലേച്ചി, ഞാൻ വേണ്ടെന്നെല്ലാം പറഞ്ഞതാ. ഇവര് സമ്മതിക്കണ്ടേ, ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ വിചാരിച്ചെന്തേലും ആയിട്ട്. ഇതിന് സമ്മതിക്കല്ലേ മോളെ? എടി, നിനക്ക് എന്തിന്റെ കേടാ? നീ ഒരുത്തിന്റെ കയ്യിൽ മര്യാദക്ക് ജീവിക്കുന്നില്ലേ? കല്യാണം കഴിച്ച് പൈസക്കാരൻ തന്നെയല്ലേ ഓനു. ഇപ്പൊ എന്റെ കല്യാണം മുടക്കാൻ നിനക്ക് എന്തിന്റെ കേടായത്? അവള് വന്നിന് ഉപദേശവും കൊണ്ട്. അമ്മ അവളുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും ഒന്ന് സമ്മതിക്കും. എന്തിന്? നിന്നെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു വിട്ടെ? അല്ലല്ലോ. നിനക്കിപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നല്ല ഭർത്താവുണ്ട്, വീടുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. അത് ഈ പെണ്ണിനും കിട്ടിക്കോട്ടല്ലേ. ഇവളെയും കൂടി ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥായിട്ടിരിക്കേ. അന്നേരം ഞാനൊരു സംശയം ചോദിക്കട്ടെ അമ്മ, അമ്മക്ക് ഞങ്ങളൊരു ഭാരമാണോ? ജീവിതത്തിന്റെ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പാടുള്ളൂന്നുണ്ടോ? അതിന് നിന്നോട് ഇങ്ങോട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞോ? നീ ഭർത്താവിന്റെ വീട്ടിലെ സൗകര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാത്തേല് ഞാൻ എന്ത് പഠിച്ച്? അവരെങ്ങനെ എന്നെ നോക്കുന്നുള്ളത് നിങ്ങൾ ഇന്ന് വരെ അന്വേഷിച്ചിട്ടുണ്ടോ? നീ അവിടെ എന്താനുഭവിക്കുന്നു നീ പറയുന്നത്? നിനക്കുള്ള സൗകര്യം കൂടിപ്പോയതിന്റെ ആണ്. അമ്മേ, അവർക്ക് അവിടെ വേണ്ടത് മരുമകളെയല്ല, ഒരു വേലക്കാരിയാ. അവര് പറയുന്നത് അനുസരിക്കുന്ന ഒരു റോബോട്ടിനെയാ. പഠിത്തവും ജോലിയോ ഇല്ലാത്ത ഒരു പെണ്ണിനെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ തട്ടിക്കളിക്കാണ് അവര് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും അറിയില്ല. നമുക്ക് യോജിക്കാത്ത പോലത്തെ ബന്ധം വന്നപ്പോ ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ എനിക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങിക്കണമെന്ന്. നിങ്ങൾ സമ്മതിച്ചോ? എന്നെ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട്? ഞാനവിടെ ഒരു അടിമയെ പോലെ അമ്മ, അത് നിങ്ങൾക്കറിയോ? എൻ്റെ ഇഷ്ടങ്ങളായിരിക്കും അറിയണ്ട, എൻ്റെ ആഗ്രഹങ്ങളായിരിക്കും അറിയണ്ട. അവരുടെ തീരുമാനങ്ങൾ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കലാമ്മ. ഒന്നുകിൽ പണമുള്ളവരത്രയും നമുക്ക് ഉയരാൻ കഴിയണം, അല്ലെങ്കിൽ അവർ നമുക്കനുസരിച്ച് താഴോട്ടേക്ക് വരണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം കൊമ്പത്തുള്ള ബന്ധങ്ങൾ എന്നും നമുക്കൊരു അഴിയാക്കുരുക്ക് തന്നെയാമ്മേ. ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, പെൺകുട്ടികളെന്ന് പറയുന്ന ആരുടെയും കയ്യിൽ തട്ടിക്കളിക്കാനുള്ള ഒരു സാധനം നല്ല മോളെ. ഞാൻ ഇത്രയും പറയുന്ന കേട്ടിട്ട് നിനക്ക് ഇവിടുന്ന് ഇനി കല്യാണാലോചന സമ്മതിക്കാനാ തോന്നുന്നെങ്കിൽ നീ ചെയ്തു. അതല്ല, നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി നേടി എന്നിട്ടൊരു കല്യാണം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിന്റെ ഇഷ്ടം എന്താണെങ്കിലും ചേച്ചി അതിൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ചേച്ചിക്ക് പഠിക്കാൻ പറ്റാണ്ടായ പോലെ എന്തായാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എൻ്റെ പഠിപ്പും കഴിഞ്ഞ് ഒരു ജോലിയും വാങ്ങി എൻ്റെ കയ്യിൽ 4 കാശും ആക്കി എനിക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നുവാണെങ്കിൽ പറ്റിയൊരാളെ കിട്ടിയാൽ ഞാൻ കല്യാണം കഴിക്കും.